Hi, hello, my dear children. We can start today's class, chapter 2, towards the emergence of the national movements. അപ്പോൾ എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ് ടീച്ചർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പാർട്ട് 1 ക്ലാസ് കണ്ടതിന് ശേഷമാണ് പാർട്ട് 2 ക്ലാസ്സിലേക്ക് വരേണ്ടത്. പാർട്ട് 1 ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ ഈ ക്ലാസ്. ഓക്കെ, അപ്പം നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നാഷണലിസം എക്സ്പാൻഡ് ചെയ്തതാണ്. നാഷണലിസം എങ്ങനെയാണ് നമുക്കുണ്ടായതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതൊക്കെ നമുക്ക് 9th-ലും 10th-ലും ഒക്കെ പഠിക്കാനുണ്ടായി. ഇവിടെ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഈ നാഷണലിസം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നാഷണൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താണ്? നമ്മുടെ നാട്ടിൽ നാഷണൽ മൂവ്മെൻറ്റ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു നാഷണലിസം, അത് യൂണിറ്റി അല്ലെ, യൂണിറ്റിയുടെ ഒരു ഫീലിങ്സ് അല്ലേ, അതുണ്ടായത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ആ നാഷണലിസം ഇവിടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ സഹായിച്ചത്? ഓക്കെ, അപ്പോൾ ആ ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇന്ത്യൻസ് ടു ക്രിയേറ്റ് ഓർ ടു ഇംപ്രൂവ് ദെയർ നാഷണലിസം. അപ്പോൾ അത് പ്രധാനമായിട്ടും നമ്മൾ 3 എണ്ണമാണ് ഈ പാർട്ട് 1 നമ്മുടെ ക്ലാസ്സിൽ കണ്ടത്. ഫസ്റ്റ് വൺ ഇക്കണോമിക് പോളിസി ഓഫ് ബ്രിട്ടീഷ്. സെക്കൻഡ് വൺ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. നാഷണലിസം പ്രൊമോട്ട് ചെയ്ത രണ്ടാമത്തെ ഫാക്ടറാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. തേർഡ് ഫാക്ടറായിട്ട് നമ്മൾ കണ്ടത് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. നമുക്കതിൻ്റെ ലാസ്റ്റ് ഭാഗം ചില ന്യൂസ് പേപ്പേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ ചില നമ്മുടെ ഓതേഴ്സ്, ദെയർ വർക്ക്, ദെയർ ലാംഗ്വേജ്, ഇങ്ങനെ ചില കാര്യങ്ങളൂടെ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞതിന് ശേഷം നമ്മുടെ 4th and 5th ഫാക്ടേഴ്സ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, മേജർ നാഷണൽ ലിറ്റററി ഫിഗേഴ്സ്. സോ ദിസ് in the last class or the first class I told you about the importance of literature and newspapers to promote nationalism in India. These literatures or the great authors like Dinabandhu Mitra, Bankim Chandra Chatterjee, Rabindranath Tagore and Subramania Bharati, Vallathol Narayana Menon, all these these authors they wrote about the unity, the importance of unity and the sufferings and neglect and exploitation in their works. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഓതേഴ്സ് എല്ലാവരും തന്നെ 19th century ഓതേഴ്സ് അവരുടെ വർക്കുകളിൽ, അവരുടെ ബുക്സിൽ ഇന്ത്യ അനുഭവിക്കുന്ന സഫറിങ്സ്, ഇന്ത്യയിലെ ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ നിഗ്ലക്റ്റ്, ദെയർ സഫറിങ്സ്, ഇതെല്ലാം അവരുടെ ബുക്കിൽ അവരെഴുതി. അതുകൊണ്ട് തന്നെ അത് വായിച്ച ഇന്ത്യൻസിൻ്റെ മനസ്സിൽ വലിയ നാഷണൽ ഫീലിങ്സ് ഉണ്ടായി, യൂണിറ്റി ഉണ്ടായി. അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ഓൾസോ പ്രൊമോട്ട് നാഷണലിസം. ഹൗ ദീസ് ന്യൂസ് പേപ്പേഴ്സ് they were able to respond and criticize the British policies and patronize a critical mindset against exploitation. ഇപ്പോൾ നമ്മുടെ പത്രങ്ങൾ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ആളുകളിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തു. അവരവരുടെ ധൈര്യപൂർവ്വം തങ്ങളുടെ പത്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ അതിക്രമങ്ങളെപ്പറ്റി എഴുതി. ഇത് വായിച്ച ഇന്ത്യക്കാർക്ക് വലിയ നാഷണൽ ഫീലിങ്സ് ഉണ്ടായി, വലിയ യൂണിറ്റി ഫീൽ ചെയ്തു. അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായി. ഇപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മുടെ നാഷണൽ ലിറ്റററി ഫിഗേഴ്സ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, ബോത്ത് ഓഫ് ദം ബംഗാളി. ദെൻ ലക്ഷ്മിനാഥ് ബെസ്രത്,
ആസാമി. ദെൻ വിഷ്ണു ശാസ്ത്രി ചിപ്പുൻകാർ, മറാത്തി. സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ദെൻ പ്രേംചന്ദ്, ഹിന്ദി. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അദ്ദേഹവും ഹിന്ദിയാണ്. പ്രേംചന്ദ് നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി പോയറ്റാണ് പ്രേംചന്ദ്. ദെൻ അൽത്താഫ് ഹുസൈൻ അലി, ഉറുദു. വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം. All these authors, these great literary figures and their books contribute a lot for promoting nationalism in India. Okay. Then which were the important newspapers in that time? Amrit Basar Patrika in Bengali, The Hindu and The Times of India in English, and Madhrubhumi and Allamin, Malayalam. ഇപ്പോൾ മലയാളത്തിലെ 2 പത്രങ്ങൾ മാതൃഭൂമി, അല്ലമീൻ. അതുപോലെ ഇംഗ്ലീഷിലുള്ള 2 പത്രങ്ങളായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ, ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ. ദെൻ ബംഗാളി, നമുക്കറിയാം അന്ന് ഏറ്റവും കൂടുതൽ ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോവിൻസ് എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. ബംഗാളിലെ ഫേമസ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അമൃത് ബസാർ പത്രിക ഒരു ന്യൂസ് പേപ്പറായിരുന്നു. അത് ബംഗാളി ലാംഗ്വേജിലായിരുന്നു അവർ പബ്ലിഷ് ചെയ്തിരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ പോയറ്റുകളെയൊക്കെ ഒന്ന് കാണാം. രവീന്ദ്രനാഥ ടാഗോർ, ദെൻ വള്ളത്തോൾ നാരായണ മേനോൻ, ദെൻ സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ റോൾ ഓഫ് പ്രസ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ റോൾ ഓഫ് പ്രസ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം. ഹൗ ദിസ് പ്രസ് ഓർ ദ ന്യൂസ് പേപ്പേഴ്സ്, പ്രസ് മീൻസ് ന്യൂസ് പേപ്പേഴ്സ്, ഹൗ ദീസ് ന്യൂസ് പേപ്പേഴ്സ് ഡെവലപ്പ് നാഷണലിസം ഇൻ ഇന്ത്യ. വാട്ട് വാസ് ദ റോൾ? Many newspapers in English and regional languages came into existence at that time. Which time? 19th century. Many newspapers in English and regional languages, Bengali, Malayalam. Okay. The social reformer Rajaram Mohan Roy pioneered journalism in India. He was the first Indian who published a newspaper. Pioneered എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ആദ്യം ചെയ്ത ആളെയാണ് പയനിയർ എന്ന് പറയുക. പയനിയർ, ഫസ്റ്റ് വൺ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് അദ്ദേഹം ഒരു സോഷ്യൽ റീഫോർമറാണ്, നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, സോഷ്യൽ റീഫോർമർ. ആൻഡ് ഹി വാസ് ദ പയനിയർ ഇൻ പബ്ലിഷിംഗ് എ ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്ത ആൾ നമ്മുടെ ഒരു സോഷ്യൽ റീഫോർമറായ രാജാറാം മോഹൻ റോയ് ആണ്. ഇംഗ്ലീഷിലും മറ്റ് റീജിയണൽ ലാംഗ്വേജസിലും മെനി ന്യൂസ് പേപ്പേഴ്സ് ആ സമയത്ത് നിലവിൽ വന്നു. ദ ന്യൂസ് പേപ്പേഴ്സ് ഹീ സ്റ്റാർട്ടഡ് വെയർ സമ്പാദ് കൗമുദി ഇൻ ബംഗാളി ആൻഡ് മീറത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ. അപ്പോൾ രാജാറാം മോഹൻ റോയ് ബംഗാളിയിലും പേർഷ്യൻ ഭാഷയിലും പത്രങ്ങൾ ഇറക്കി. അദ്ദേഹത്തിൻ്റെ ബംഗാളി പത്രത്തിൻ്റെ പേരാണ് സമ്പാദ് കൗമുദി. അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാം. ബംഗാളി ഭാഷയിൽ രാജാറാം മോഹൻ റോയ് പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ ഏതാണ്? സമ്പാദ് കൗമുദി. ആൻഡ് അദ്ദേഹം പേർഷ്യൻ ഭാഷയിലും ഒരു പത്രം ഇറക്കി, മീറത്തുൽ അക്ബർ. He was the pioneer. Such newspapers were able to respond and criticize the British policies and patronize a critical mindset against exploitation. ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പേഴ്സ്, ഈ ന്യൂസ് പേപ്പർ മാത്രമല്ല, നമ്മുടെ മലയാളത്തിലുള്ള അല്ലമീൻ, മാതൃഭൂമി, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ദ ഹിന്ദു, ദെൻ ദ ടൈംസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സും they were able to respond and criticize the British policies. ബ്രിട്ടീഷ് പോളിസികളെ, അവരുടെ എക്സ്പ്ലോയിറ്റേഷനെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്തു. ധൈര്യപൂർവ്വം പേപ്പറിൽ അവർ എഴുതി. ആൻഡ് പേട്രണൈസ് എ ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെതിരെ ആളുകളുടെ മൈൻഡ് സെറ്റ് അവർ മാറ്റിയെടുത്തു.
ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് പേപ്പേഴ്സിനൊക്കെ വലിയ വലിയ എഫക്റ്റാണ് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ വായിക്കുന്നത് അന്ന് കാലത്ത് വിഷ്വൽ മീഡിയ വളരെ കുറവായിരുന്നു. ടി വി അതുപോലുള്ള വിഷ്വൽ ഓഡിയോ മീഡിയാസൊക്കെ വളരെ കുറവായിരുന്നു. എല്ലാം തന്നെ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ്, ബുക്സ്, അതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള മീഡിയ. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സിനെ വലിയ എഫക്റ്റാണ് ആളുകളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയത്. സോ ദിസ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അവർ ലിറ്ററേച്ചർ played a good role, a great role in developing nationalism in India. So this is a most important question and answer you have to study. Okay. Then നെക്സ്റ്റ് ഫോർത്ത് ഫാക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. നാഷണലിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ കണക്ഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണലിസം ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്. അപ്പം നാഷണൽ മൂവ്മെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ആളുകളുടെ മനസ്സിലുണ്ടായ ഈ യൂണിറ്റി, ഈ നാഷണലിസം, അതെങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 ഫാക്ടറും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഞാൻ ടീച്ചർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, രണ്ടാമത്തേത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, മൂന്നാമത്തേത് ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ഫോർത്ത് ഫാക്ടറാണ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്. ഇന്ത്യക്ക് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് വളരെ ഡാർക്കായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഡാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം അല്ലേ. നമ്മുടെ എന്താണ്, മഹാനായ വിവേകാനന്ദൻ പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഈ കാസ്റ്റ് സിസ്റ്റത്തെ, അൺടച്ചബിലിറ്റിയെ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, സോഷ്യൽ ഈവിൾസ്, സൂപ്പർസ്റ്റിഷ്യൻ, സതി, ചൈൽഡ് മാരേജ്, ദെൻ പോളിഗമി, there were so many bad activities in India. സോ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് വന്നില്ലായിരുന്നെങ്കിൽ, അത് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ നമുക്ക് നാഷണലിസം ഉണ്ടാവുമായിരുന്നു? പീപ്പിള് വളരെ പല കാസ്റ്റിൽ പെടുന്നു, പല റിലീജിയനിൽ പെടുന്നു, അവർ തമ്മിൽ അൺടച്ചബിലിറ്റി കീപ്പ് ചെയ്യുന്നു, കാസ്റ്റ് സിസ്റ്റം കീപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ യൂണിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് വാസ് ദ ഫോർത്ത് ഫാക്ടർ ടു പ്രൊമോട്ട് nationalism in India. They create a unity among the Indians. Social reform movements. Write a short note on രാജാറാം മോഹൻ റോയ്. ആദ്യം തന്നെ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിൽ നമ്മൾ കാണാൻ പോകുന്ന സോഷ്യൽ റീഫോർമറാണ് രാജാറാം മോഹൻ റോയ്. He was the pioneer in social reform activities. So first we have to study about Rajaram Mohan Roy. Rajaram Mohan Roy initiated reforms in India. Initiated, pioneered, all these are same meaning. He was the first one. Born in Bengal in 1772. He had profound knowledge in Hinduism, Islam, Christianity and Judaism. He studied the main fundamental principles of Hinduism. He was a Hindu, but he studied about Islam, Christianity and Judaism. He know all about this 4 religions. Roy was a multilingual scholar. He know many languages: Bengali, Hindi, English, Persian, Urdu. All these languages he know. Okay, he was the pioneer in starting social reform movements in India. കുറച്ചുകൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. വിച്ച് വെയർ ദ മേജർ സോഷ്യൽ റീഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ് പയനിയർ ചെയ്തു എന്ന് നമ്മൾ കണ്ടു, ഇനീഷ്യേറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്? ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് രാജാറാം മോഹൻ റോയിയെ ഒന്ന് കാണാം. ദിസ് ഈസ് രാജാറാം മോഹൻ റോയ്. നോക്കിക്കേ, അന്നത്തെ നമ്മൾ ഏറ്റവും സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടായെങ്കിൽ, സോഷ്യൽ ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ വന്നെങ്കിൽ, നമുക്ക് നാഷണലിസം ഉണ്ടായെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് രാജാറാം മോഹൻ റോയിയാണ്. ഇദ്ദേഹത്തോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്? ഇത് പഠിച്ചോണം.
ഫസ്റ്റ് വൺ, ഹീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു സോഷ്യൽ ഈവിളായിരുന്നു സതി. എന്താണ് ഈ സതി? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം. അതായിരുന്നു അന്നത്തെ റൂൾ. അപ്പോൾ ചിതയിൽ ചാടാൻ ഈ വിധവ സമ്മതിച്ചില്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു? അവരെ പിടിച്ചു കെട്ടി ഫോഴ്സ്ഫുള്ളി അവരെ ചിതയിലേക്ക് എടുത്തെറിയുമായിരുന്നു. ഇതിൻ്റെ പേരാണ് സതി. അതൊരു വലിയ ഒരു സോഷ്യൽ ഈവിളായിരുന്നു. ഹീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. അദ്ദേഹം സതിക്കെതിരെ പ്രവർത്തിക്കുകയും ബ്രിട്ടീഷുകാരെ കൊണ്ട് അത് അബോളിഷ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ സതി എന്ന് പറയുന്ന സോഷ്യൽ ഈവിൾ അവസാനിച്ചത്. ഓക്കെ, സെക്കൻഡ് വൺ, ഹി സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ആൻഡ് ഇമ്പാർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ. രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ടഡ് സോ മെനി സ്കൂൾസ് ഫോർ ഗിവിംഗ് എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ദെൻ ഹി സ്റ്റാർട്ടഡ് ബ്രഹ്മസമാജ്. നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം എന്ന് പറയുന്ന സോഷ്യൽ മൂവ്മെൻറ്റ് തുടങ്ങിയത്. ഓക്കെ, ബ്രഹ്മസമാജ്, വൺ വേർഡ് ഓർത്തോണം. ഹി സ്റ്റാർട്ടഡ് ബ്രഹ്മസമാജ്. ഹി ഫോട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. ചൈൽഡ് മാരേജ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 8ഉം 9ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിക്കുക, അവരെ മാരേജ് ചെയ്യിപ്പിക്കുക. ഇറ്റ്സ് എ സോഷ്യൽ ഈവിൾ. അത് അന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രവർത്തിച്ചു. ദെൻ പോളിഗമി. വാട്ട് ഈസ് ദിസ് പോളിഗമി? ഒരു പുരുഷന് പല ഭാര്യമാരെ വെക്കുക, അല്ലെങ്കിൽ പല വിവാഹങ്ങൾ കഴിച്ച് ഒരു പുരുഷന് പല വൈഫ്. അതാണ് പോളിഗമി. സോ ഇറ്റ് വാസ് ഓൾസോ എ സോഷ്യൽ ഈവിൾ, അല്ലേ? പല ഭാര്യമാരെന്നൊക്കെ പറയുന്ന സോഷ്യൽ ഈവിളാണ്. സോ ദിസ് രാജാറാം മോഹൻ റോയ് he fought against social evils like child marriage and polygamy. He argued that women have the right to inheritance. In those times, women have no inheritance. അതായത് പേരൻസിൻ്റെ സമ്പത്തിന് വിമൻ അർഹരല്ലായിരുന്നു, മെയിലിനായിരുന്നു അത്, അല്ലെ പുരുഷന്മാർക്കായിരുന്നു, മെൻ, അവർക്കായിരുന്നു അത് കിട്ടുന്നത്. വിമൻ എന്ന് പറയുന്നവർക്ക് പേരൻസിൻ്റെ ഇൻഹെറിറ്റൻസിനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. ബട്ട് ദിസ് രാജാറാം മോഹൻ റോയ് he argued that women have the right to inheritance. സ്വത്തിന് അവകാശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാം, സ്വത്തുണ്ടെങ്കിൽ മാത്രമേ, പേരൻസിൻ്റെ സ്വത്ത് നമുക്ക് സ്ത്രീകൾക്ക് ലഭിച്ചാൽ മാത്രമേ അവരുടെ സ്റ്റാറ്റസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് സ്വത്തൊന്നും ഇല്ലെങ്കിൽ ആരാണ് അവർക്ക് എന്ത് സ്റ്റാറ്റസ് ആണുള്ളത്? ഓക്കെ, he argued that women have the right to inheritance. Then he stood against idolatry and polytheism. ഐഡൽ വർഷിപ്പ്. ഹി വാസ് എഗെയിൻസ്റ്റ് ഐഡൽ വർഷിപ്പ്. ഐഡൽസിനെ വർഷിപ്പ് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നത്, ഐഡൽ വർഷിപ്പിന് ഇദ്ദേഹം എതിരായിരുന്നു. അതുപോലെ തന്നെ പോളിതെയിസത്തിനും എതിരായിരുന്നു. ബഹുദൈവ ആരാധന അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം എതിരായിരുന്നു. ഓക്കെ, ഹി സ്റ്റാർട്ടഡ് സോ മെനി. ഹി വാസ് ദ പയനിയർ ഇൻ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ് ആക്ടിവിറ്റീസ് that was very good for social changes. സതിക്കെതിരെ പ്രവർത്തിച്ചു, സ്കൂളുകൾ ആരംഭിച്ചു, ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് തുടങ്ങി. അദ്ദേഹം ചൈൽഡ് മാരേജിനും പോളിഗമിക്കും എതിരെ പ്രവർത്തിച്ചു. വിമൻ ഇൻഹെറിറ്റൻസിന് വേണ്ടി അദ്ദേഹം ആർഗ്യൂ ചെയ്തു. അതുപോലെ ഉള്ള അനേകം കാര്യങ്ങൾ നമുക്ക് രാജാറാം മോഹൻ റോയുടെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ് ആയിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ പഠിക്കുക. ഓക്കെ, രാജാറാം മോഹൻ റോയെ നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അന്നദർ. നിങ്ങൾ പ്രത്യേകം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് നമ്മുടെ ഓതേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ റീഫോർമേഴ്സിൻ്റെ പടങ്ങൾ, റീഫോമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട 3 പേരുടെ പിക്ചേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവരെ 3 പേരെ നിങ്ങൾ പഠിച്ചോണം. ഒന്നാമത്തെ ആൾ രാജാറാം മോഹൻ റോയ്, രണ്ടാമത്തെ ആൾ ജ്യോതിരോ ഫൂലെ, മൂന്നാമത്തെ ആൾ പണ്ഡിറ്റ് രമാബായി. ജ്യോതിരോ ഫൂലെയുടെ ഒരു പിക്ചർ നമുക്ക് കണ്ടിട്ട് ആ സോഷ്യൽ റീഫോർമറിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, ഇദ്ദേഹമാണ് ജ്യോതിരോ ഫുലെ. എന്താണ് ജ്യോതിരോ ഫുലെ എന്ന് പറയുന്ന സോഷ്യൽ റീഫോർമറുടെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? അദ്ദേഹം എന്തെല്ലാം സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു? ജ്യോതിരാ ഫുലെ
was a social reformer who fought for the rights of people who were considered lower caste in Maharashtra and for women. ഇദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ലോവർ കാസ്റ്റ് പീപ്പിൾ, അദ്ദേഹം ഒരു മഹാരാഷ്ട്രയിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ജ്യോതിരാവ് ഫുലെ ഹി കോൺസെൻട്രേറ്റഡ് ദ സഫറിങ്സ് ഓഫ് ലോവർ കാസ്റ്റ് പീപ്പിൾ ആൻഡ് വിമൻ. അപ്പോൾ സ്ത്രീകൾ, ലോവർ കാസ്റ്റ് പീപ്പിൾ, ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു ഇൻ ദാറ്റ് ടൈം ഏറ്റവും മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെ എല്ലാവരും മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെയുള്ള രണ്ട് വിഭാഗമായിരുന്നു ലോവർ കാസ്റ്റ് പീപ്പിൾ ആൻഡ് വിമൻ. അവർക്ക് വേണ്ടിയാണ് ജ്യോതിരാവ് ഫുലെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തത്. ജ്യോതിരാവ് ഫുലെ ഹി വാസ് എ സോഷ്യൽ റിഫോർമർ who fought for the rights of people who were considered lower caste in Maharashtra and for women. He formed an organization named Satyashodak Samaj. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റീഫോം ഓർഗനൈസേഷനാണ് സത്യശോധക് സമാജ്. ബ്രഹ്മസമാജം നമ്മൾ കണ്ടു, രാജാറാം മോഹൻ റോയുടെ. അതുപോലെ സത്യശോധക് സമാജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ റീഫോം ഓർഗനൈസേഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടി? ഫോർ സോഷ്യൽ റിഫർമേഷൻ. സത്യശോധക് സമാജ്. ദിസ് ഓർഗനൈസേഷൻ മെയ്ഡ് എഫേർട്ട് ഫോർ വിഡോ മാരേജ് ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ചിൽഡ്രൻ ഓഫ് വിഡോസ്. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നം എന്തായിരുന്നു? വിഡോ റീമാരേജ് അന്നത്തെ ഒരു സമൂഹത്തിൽ സാധ്യമല്ലായിരുന്നു. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ്? ജ്യോതിരാവ് ഫുലെയും അദ്ദേഹം വിഡോ മാരേജിന് വേണ്ടി. വിഡോസ് നിങ്ങൾക്കറിയാം, അവരുടെ ജീവിതം വളരെ ഹൊറിബിളായിരുന്നു അന്നത്തെ കാലത്ത്. വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ മാറ്റി അവരിങ്ങനെ ഇരുട്ട് മുറിയിൽ വളരെ പരിതാപകരമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അവർക്കൊരിക്കലും റീമാരേജ് ചെയ്യാനായിട്ട് സമൂഹം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ജ്യോതിരാവ് ഫുലെ അവരുടെ വിഡോസിൻ്റെ വിധവകളുടെ മാരേജിന് വേണ്ടിയും ആ വിധവകളുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു. ഹി വർക്ക് ഫോർ വിഡോ മാരേജ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഓഫ് വിഡോസ്. ഹി എസ്റ്റാബ്ലിഷ് മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ ആൻഡ് ദലിത്. ഹു വാസ് ദിസ് ദലിത്? ദലിത് എന്ന് പറയുന്നത് ലോവർ കാസ്റ്റ് പീപ്പിളാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ ദലിത് എന്ന് പറയുക. അപ്പോൾ ദലിതുകൾക്ക് വേണ്ടിയും വിമനിന് വേണ്ടിയും അദ്ദേഹം ധാരാളം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്? അന്ന് എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നില്ല ഇവർക്ക്. വിമൻ, ദലിത് ഈ രണ്ട് കൂട്ടരും എഡ്യൂക്കേഷനിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. അവരെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ജ്യോതിരാവ് ഫുലെ ഹി സ്റ്റാർട്ടഡ് സോ മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ ആൻഡ് ദലിത്. ഓക്കെ, ഹി വർക്ക് ഫോർ ദ upliftment of lower caste people and women. People respectfully call him Mahatma. ഇപ്പോൾ ഗാന്ധിജിയെ നമ്മൾ മഹാത്മാ എന്ന് വിളിക്കുന്നു. പക്ഷേ ഗാന്ധിജിക്ക് മുൻപ് ആളുകൾ മഹാത്മാ എന്ന് വിളിച്ചിരുന്ന അത്രയും ആളുകളെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ആളാണ് ജ്യോതിരാവ് ഫുലെ. സോ ജ്യോതിരാവ് ഫുലെയെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? അദ്ദേഹം ലോവർ കാസ്റ്റ് പീപ്പിളിന് വേണ്ടിയും വിമനിന് വേണ്ടിയും അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹം സത്യശോധക് സമാജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ റീഫോം ഓർഗനൈസേഷൻ അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ തന്നെ അദ്ദേഹം വിഡോ മാരേജിന് വേണ്ടിയും പ്രൊട്ടക്ഷൻ ഓഫ് വിഡോ ചിൽഡ്രന് വേണ്ടിയും അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹം കൂടുതലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ദലിതിന് വേണ്ടിയും ലോവർ കാസ്റ്റ് പീപ്പിളിന് വേണ്ടിയും വിമനിന് വേണ്ടിയുമായിരുന്നു. അദ്ദേഹത്തെ ആളുകൾ റെസ്പെക്റ്റോടുകൂടി മഹാത്മാ എന്ന് വിളിച്ചു, ജ്യോതിരാവ് ഫുലെ. ഇനി നമുക്ക് മൂന്നാമത്തെ സോഷ്യൽ റീഫോർമറിലേക്ക് പോകാം. അവരുടെ പേരാണ് പണ്ഡിത രമാബായി. അപ്പോൾ സോഷ്യൽ റീഫോർമേഴ്സിൻ്റെ ഇടയിലെ വുമൺ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേരെഴുതാം, പണ്ഡിത രമാബായി. അന്ന് അധികം വിമൻ സോഷ്യൽ റീഫോർമേഴ്സ് ഇല്ല. സോഷ്യൽ റീഫോർമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിനകത്ത് മെന്നാണ് കൂടുതൽ, ആണുങ്ങളാണ് കൂടുതൽ, സ്ത്രീകൾ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സോഷ്യൽ റീഫോർമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിമൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായിയുടെ പിക്ചർ നമുക്കൊന്ന് കാണാം. ഇതാണ് പണ്ഡിത രമാബായി, കണ്ടോ? ഇതാണ് പണ്ഡിത രമാബായി. അന്ന് കാലത്ത് വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത സോഷ്യൽ റിഫോർമറാണ് പണ്ഡിത രമാബായി. റൈറ്റ് എ ഷോർട്ട് നോട്ട്
on Pandita Ramabai. Pandita Ramabai was a female presence in the field of social reforms. Female presence. Okay, feminine. Female. A native of Karnataka, Ramabai mastered languages such as Sanskrit, Marathi and Bengali. ഒരു കർണാടകക്കാരിയാണെങ്കിലും ഇവർ മറ്റ് ലാംഗ്വേജുകളും പഠിച്ചു. സാൻസ്ക്രിറ്റ് പഠിച്ചു, മറാത്തി പഠിച്ചു, ബംഗാളി പഠിച്ചു. ഓക്കെ. ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് സ്റ്റാർട്ടഡ് സെവറൽ സ്കൂൾസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വിഡോസ് ആൻഡ് ഗേൾസ്. രമാഭായി ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്, അന്നത്തെ ഒരു സോഷ്യൽ ഈവൾ ആണല്ലോ, അതിനെതിരെ അവർ പോരാടി. അതുപോലെ വിഡോസിനും ഗേൾസിനും ഒക്കെ വേണ്ടി അവരെന്ത് ചെയ്തു? സ്കൂളുകൾ ആരംഭിച്ചു. An organization called the Arya Mahila Samaj was established for such activities. So this Pandit Ramabai, ഈ പണ്ഡിത എന്നുള്ള പേര് ഇവർക്ക് എങ്ങനെ വന്നതെന്നറിയാവോ? അവർക്ക് സാൻസ്ക്രിറ്റ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവർക്ക് അന്നത്തെ സാൻസ്ക്രിറ്റ് കോളേജ് കൊടുത്ത ഒരു അവർക്കൊരു പദവി കൊടുത്തതാണ് പണ്ഡിത. അതിനുശേഷമാണ് അവരുടെ പേരോടുകൂടി പണ്ഡിത എന്ന വാക്കുകൂടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സാൻസ്ക്രിറ്റിൽ വളരെ വലിയൊരു പണ്ഡിതയായിരുന്നു അവർ. അതുകൊണ്ടാണ് ആ പേര് വെക്കുന്നത് പണ്ഡിത. ഓക്കെ. ഇവർ മഹിളാ സമാജം, മഹിള എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്നാണല്ലോ, ആര്യ മഹിളാ സമാജം എന്നുള്ള പേരിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഷീ സ്റ്റാർട്ടഡ് എ ഷെൽട്ടർ കോൾഡ് ശാരദാ സദൻ ഫോർ വിഡോസ് ആൻഡ് എ പ്രോജക്റ്റ് കോൾഡ് മുക്തി മിഷൻ ടു പ്രൊവൈഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ വിമൻ. വിമന് വേണ്ടി ഈ ആരോരുമില്ലാത്ത വിഡോസിനെ, ഗേൾസിനെ, വിമൻ ആൾക്കാരെ പാർപ്പിക്കാൻ വേണ്ടി അവരൊരു ഷെൽട്ടർ തുടങ്ങി. എന്താണ് ഈ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ? ഒരു അഭയകേന്ദ്രം അല്ലേ, ഒരു അഭയകേന്ദ്രം തുടങ്ങി. അതിൻ്റെ പേര് ശാരദാ സദൻ എന്നായിരുന്നു. അതുപോലെ തന്നെ അവരെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാൻ. എന്താ ഈ വൊക്കേഷണൽ ട്രെയിനിങ്? അന്നത്തെ സ്ത്രീകളെ തയ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ നിർമ്മിക്കാൻ, തയ്ക്കാൻ, അങ്ങനെയൊക്കെയുള്ള വൊക്കേഷൻ, എന്തെങ്കിലും ഒരു ജോലി പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കാൻ. അല്ലെ കൃഷിയോ മറ്റു കാര്യങ്ങളൊക്കെ ആകാം. വീവിങ് ഒക്കെ അന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട വൊക്കേഷനായിരുന്നു. സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഒന്നായിരുന്നു ഈ ഹാൻലൂം ഉപയോഗിച്ചുള്ള വീവിങ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവരെന്ത് തുടങ്ങി? മുക്തി മിഷൻ എന്നുള്ള പേരിലൊരു വൊക്കേഷണൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. വിഡോസിനെയും ഗേൾസിനെയും ഒക്കെ പഠിപ്പിക്കാനാണ്. അവർക്ക് വേണ്ടി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു. ചൈൽഡ് മാരേജിനെ അവരെതിർത്തു. ഓക്കെ. ആര്യ മഹിളാ സമാജം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. മറ്റ് ലാംഗ്വേജുകൾ അവർ പഠിച്ചു. അങ്ങനെ നമുക്കിപ്പം തന്നെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന അത്രയും ഒരു ധീരയായ ഒരു സോഷ്യൽ റീഫോർമറായിരുന്നു പണ്ഡിത രമാഭായി. ഓക്കെ. അടുത്തതായിട്ട് പണ്ഡിത രമാഭായിയെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റ് ചില ഓർഗനൈസേഷൻ്റെ പേര് നമുക്കൊന്ന് പെട്ടെന്ന് പഠിക്കാം. പ്രാർത്ഥനാ സമാജ്, ആത്മാറാം പാണ്ഡങ്, പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ്. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് വരച്ചു വെച്ചോണം, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് വരച്ചു വെച്ചോണം. ആര്യ സമാജ് അത് തുടങ്ങിയ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആര്യ സമാജ് ഒന്ന് വരച്ചു വെച്ചേക്കുക. ആലിഗ്രാം മൂവ്മെൻറ്റ്, സർ സെയ്ദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തു. അതാരാണ്? മഡം ബ്ലക്സ്ക്വേഗി. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ. അണ്ടർലൈൻ ചെയ്തു വെച്ചു, വെരി ഇമ്പോർട്ടൻറ്റ്. സ്വാമി വിവേകാനന്ദൻ സ്റ്റാർട്ട് ചെയ്ത സോഷ്യൽ റീഫോം മൂവ്മെൻ്റ് ആണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം മിഷന് പേര് കൊടുത്തത്, രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ പരമഹംസരായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു, അങ്ങനെയാണ് പേരിട്ടത്. ദെൻ ഹിതകാരണി സമാജ്, വീരസിംഗ പണ്ടലു. ദെൻ സ്വാഭിമാന പ്രസ്ഥാനം, ഇ വി രാമസ്വാമി നായിക്കർ. സ്വാഭിമാന പ്രസ്ഥാനം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, മലയാളം അല്ലേ, നമ്മുടെ നാട്ടിലുള്ളതാ. SNDP. അവിടെ ഒന്ന് എഴുതി വെച്ചു. SNDP ആരാണ് അതിൻ്റെ ഫൗണ്ടർ? ശ്രീനാരായണ ഗുരു. ദെൻ സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി, മലയാളിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ രണ്ടെണ്ണം ഉണ്ടായി. SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ദെൻ സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്? സാധുജന പരിപാലന സംഘം, SNDP, ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി, ദെൻ രാമകൃഷ്ണ മിഷൻ, ആര്യ സമാജം. ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളുക.
പിന്നെ നമ്മുടെ 3 സോഷ്യൽ റിഫോർമേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ